അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇഹലോകത്തും പരലോകത്തും നമുക്ക് സമാധാനവും ശാന്തിയും ലഭിക്കാൻ, നമ്മെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകാൻ, ഉപദ്രവമുണ്ടാകാതിരിക്കാൻ, നമ്മിൽ ഉണ്ടാകേണ്ട നല്ല സ്വഭാവങ്ങളെക്കുറിച്ച്, നിലപാടുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും വിശദീകരണമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലും വിശദമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സൂറത്ത് ബഖറയിലെ 83-ാമത്തെ ആയത്തിൽ ബനൂ ഇസ്രായേല്യരുമായി റബ്ബുണ്ടാക്കിയ ഒരു കരാർ, ആ കരാർ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും എല്ലാ കാലഘട്ടത്തിലും ബാധകമാണ്. അത്തരമൊരു കരാർ അവരുമായി ഉണ്ടാക്കി. ആ കരാറിൽ ആദ്യമായി പറഞ്ഞത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന കാര്യവും, പിന്നീട് മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും യതീമുകൾക്കും പാവപ്പെട്ടവർക്കുമൊക്കെ ഉപകാരങ്ങൾ, നന്മകൾ ചെയ്യുന്ന കാര്യവുമാണ്. അതിനിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂട്ടത്തിൽ ഇതിന് ശേഷം പറയുന്നത് നമസ്കാരത്തെക്കുറിച്ചും സക്കാത്തിനെ കുറിച്ചുമാണ്. 8 കാര്യങ്ങൾ ഒരു കരാറായി, ബനൂ ഇസ്രായേല്യരുമായി റബ്ബുണ്ടാക്കിയ ഒരു കരാറിൽ 8 കാര്യങ്ങൾ പറഞ്ഞെടുത്ത് അതിൽ 5-ാമത്തതായി പറയുന്നത് വഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ല രൂപത്തിൽ വർത്തിക്കണം, ജനങ്ങളോട് നല്ല രൂപത്തിൽ സംസാരിക്കണം. നോക്കൂ, നമസ്കാരത്തോട് ചേർത്ത്, സക്കാത്തിനോട് ചേർത്ത്, റബ്ബിനെ മാത്രം ഇബാദത്തെടുക്കണം എന്ന ലാ ഇലാഹ ഇല്ലല്ലയോട് ചേർത്ത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന ഏറ്റവും സുപ്രധാനമായ കാര്യത്തോട് ചേർത്ത്, യതീമുകളോടും പാവപ്പെട്ടവരോടും ബന്ധുക്കളോടുമുള്ള നമ്മുടെ ബാധ്യതയെക്കുറിച്ച് പറയുന്നതിന് ഇടക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം, നിങ്ങൾ മുസ്ലിങ്ങളോട് നല്ലത് പറയണം, നിങ്ങൾ വിശ്വാസികളോട് നല്ലത് പറയണം എന്നല്ല. അവരോടൊക്കെ നല്ലത് തന്നെയാണ് പറയേണ്ടത്. എന്നാൽ മുഴുവൻ ജനങ്ങളോടും ഒരു സത്യവിശ്വാസിയുടെ നാവ് ചലിപ്പിക്കുമ്പോഴല്ലേ സംസാരിക്കാൻ കഴിയുക. നാവ് ചലിപ്പിക്കാൻ കഴിയാത്ത ആയിരങ്ങൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് നാവുണ്ട്, പക്ഷേ അവർക്ക് സംസാരിക്കാൻ സാധ്യമല്ല. അവർക്ക് പല്ലുകളുണ്ട്, അവർക്ക് താടിയല്ലുണ്ട്, പക്ഷെ അവർക്ക് സംസാരിക്കാൻ സാധ്യമല്ല. പരലോകത്ത് വെച്ച് കൈകൾ സംസാരിക്കുമ്പോൾ, കാലുകൾ സംസാരിക്കുമ്പോൾ, ഭൂമി സംസാരിക്കുമ്പോൾ ആളുകൾ അത്ഭുതത്തോടുകൂടി ചോദിക്കും, കൈ സംസാരിക്കുകയോ ഭൂമി സംസാരിക്കുകയോ? മറുപടി എന്താണ്? നിങ്ങളുടെ ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് സംസാരശേഷി നൽകിയവൻ ആരോ അവൻ ഭൂമിക്ക് സംസാരിക്കാനുള്ള കഴിവ് നൽകി, കൈകൾക്കും കാലുകൾക്കും സംസാരിക്കാനുള്ള കഴിവ് നൽകി. ഞാൻ ഈ കാലുകൾ ഇന്ന സ്ഥലത്തേക്ക് വെച്ചിട്ടാണ് വ്യഭിചരിക്കാൻ പോയത്, ഈ കൈകളെ കൊണ്ടാണത് മോഷ്ടിച്ചെടുത്തത്. ഇങ്ങനെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ മുഴുവനും, നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന കാര്യം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സംസാരശേഷി എന്നത് ലോകത്ത് നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സംസാരിക്കാൻ കഴിയാത്തവരിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ഗുണമാണ്, എന്ത് നന്മയാണ് സംസാരിക്കാൻ ശേഷിയുമുള്ള നമ്മൾ ചെയ്തത്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹവും പരീക്ഷണവുമാണ് സംസാരശേഷി എന്ന് പറയുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം വേണമെങ്കിൽ എണ്ണാമായിരുന്നു എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? പതുക്കെ പതുക്കെ, ആ സംസാരത്തിന്റെ ഇടക്കുപോലും ചെറിയൊരു ചിന്ത സംസാരിച്ച് പുറത്തു പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വളരെയധികം ആനയെ കെട്ടിയിടുന്ന കയറിനേക്കാൾ വലിയ കയറുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും നാവിനെ കെട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ നാം ആരെക്കുറിച്ച് പരദൂഷണം പറയുന്നുവോ അവർ കൊണ്ടുപോകും. കളവുകളുടെ ഫലമായി നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളിലൂടെ നമുക്ക് ഇല്ലാതായി പോകും. അതുകൊണ്ട് വളരെ പ്രധാനമാണ്. അത് തന്നെയാണ് എല്ലാ വെള്ളിയാഴ്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞ കാര്യവും, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം,
നിങ്ങൾ നല്ല വാക്ക് പറയണം. അവിടെയും അതാണ് പറഞ്ഞത്. എന്നിട്ട് പറയുന്നത് യുസ്ലിഹ് ലക്കും അഅമാലക്കും. അങ്ങനെ നല്ല വാക്ക് പറഞ്ഞാൽ സംസാരത്തോട് ബന്ധിപ്പിച്ച് തന്നെയാണ് അമലുകൾ. ചീത്ത പറഞ്ഞു നടക്കുന്ന, കളവ് നടക്കുന്ന ആളിൽ നിന്നും ചീത്ത പ്രവർത്തനങ്ങളാണ് വരിക. അപ്പോൾ നിങ്ങൾ ഹുസ്നായ, നിങ്ങൾ സദീദായ വാക്ക് പറയണം എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞത് എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ നിങ്ങൾക്ക് നന്നാക്കി തീർക്കാൻ കഴിയും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവൻ നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരും. അപ്പോൾ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അങ്ങനെ പൊറുത്തു തരാൻ കാരണമായി തീരുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദാ. ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ നല്ല വാക്ക് പറയണം എന്നത്. ഒരു സഹോദരി മരണപ്പെട്ടു. ആ സഹോദരിയുടെ മരണപ്പെട്ടപ്പോൾ ഒരാളുടെ അടുത്ത് ആളുകളെല്ലാവരും ഒത്തുചേർന്നു. മാപ്പ് പറയാനാണ് ഒത്തുചേർന്നത്. എന്തായിരുന്നു വിഷയം? ആ സഹോദരി മരണപ്പെടും മുമ്പ് അദ്ദേഹം അവിടുന്ന് പോകുന്നതും വരുന്നതും കണ്ടപ്പോൾ ചില ദുഷ്പ്രചാരണങ്ങൾ നാട്ടിൽ പകർന്നു. അവിടെയുള്ള ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് കുറെ ആക്ഷേപങ്ങൾ പറഞ്ഞു പരത്തി. പിന്നെയാണ് മനസ്സിലായത് ക്യാൻസർ ബാധിച്ച് കിടക്കുകയായിരുന്നു ആ സഹോദരി. ആരും നോക്കാനില്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് മരുന്നും ചില ഭക്ഷണ വസ്തുക്കളും കൊടുക്കാനായിരുന്നു അദ്ദേഹം ആ വീട്ടിലേക്ക് പോയത് എന്ന് ഇതറിഞ്ഞപ്പോൾ ആരോപണം പരത്തിയ മുഴുവൻ ആളുകളും ആ സ്ത്രീയുടെ മരണം കേട്ടതോടുകൂടി ആകെ വിഷമിച്ചു, പ്രയാസപ്പെട്ടു. അവരൊന്നിച്ച് ഈ നല്ല മനുഷ്യന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണം, സഹിക്കണം, ഞങ്ങൾ മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾക്ക് മാപ്പ് തരാതിരിക്കുന്ന പ്രശ്നമില്ല, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരും, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു വലിയ പരുത്തിക്കെട്ടുമായി എൻ്റെ അടുത്ത് വരണം. അവർ പോയി ഒരു പരുത്തിക്കെട്ടുമായി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, പോരാ, ഈ പരുത്തിക്കെട്ടുകൾ കഷ്ണം കഷ്ണമാക്കി മാറ്റണം. ആ കാണുന്ന മലയുടെ മുകളിൽ കൊണ്ടുപോയി അത് നിങ്ങൾ വായുവിലേക്ക് പറത്തണം. അങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ ചെയ്ത് അവർ തിരിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യവും കൂടിയുണ്ട്, ആ പാറിപ്പോയ പരുത്തി കഷ്ണങ്ങൾ മുഴുവനും തിരിച്ചെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരണം. സാധിക്കുമോ സഹോദരങ്ങളെ? നാവിൽ നിന്നൊരാളെ കുറിച്ച് നമ്മളൊരു ഇല്ലാത്തത് ഒരുത്തനോട് പറഞ്ഞ് അവൻ മറ്റൊരുത്തനോട് പറഞ്ഞ് ആരോടൊക്കെ നമുക്കറിയുമോ എവിടുന്ന തുടക്കം? നമ്മുടെ നാവിൽ നിന്നാണ് തുടക്കം. അതൊരിക്കലും ഇദ്ദേഹം എങ്ങനെ മാപ്പ് കൊടുക്കും? അദ്ദേഹത്തെ ലോകത്തുള്ള പലരും തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധരിച്ചവർ ആരൊക്കെയാണ് ഇദ്ദേഹത്തിന് പോലും അറിയില്ല. നോക്കൂ, അതുപോലെയാണ് നാവിൽ നിന്നൊരു വാക്ക് പുറത്തു വന്നു പോയാൽ, ഒരാരോപണം പുറത്തു വന്നു പോയാൽ അതെങ്ങനെ തിരിച്ചെടുക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് ആരാണ് പാപ്പർ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ സ്വഹാബത്ത് നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു, പണമൊന്നുമില്ലാത്ത ആൾക്കാരാണ്, ദീനാറും ദിർഹമൊന്നും ഇല്ലാത്ത ആൾക്കാർ. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയല്ല, മറിച്ച് ഗീബത്തിലും നമീമത്തിലും ഏർപ്പെടുക വഴി അവരുടെ സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അവർ ചെയ്ത സൽക്കർമ്മം, അവർ ആരെക്കുറിച്ചാണോ ആരോപണം പറഞ്ഞത് അവർക്ക് കൊടുക്കുന്നു. ആരോപണങ്ങളും ഗീബത്തും നമീമത്തും ഒക്കെ കൂടുമ്പോ ഈ ഇദ്ദേഹത്തിന്റെ അമല് മുഴുവൻ തീർന്നു. അപ്പൊ അവരുടെ നന്മ മുഴുവൻ, അവരുടെ തിന്മ ഇങ്ങോട്ട് വരും. അവർ ചെയ്ത തിന്മ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരും. ആരാണിത് പറയുന്നത്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമസ്കാരത്തോടൊപ്പം സക്കാത്തിനോടൊപ്പം തൗഹീദിനോടൊപ്പം മാതാപിതാക്കളുടെ ബാധ്യതയോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്, വഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം. സഹോദര, ഒരാൾ റോട്ടിലൂടെ ഇങ്ങോട്ട് നടന്നു വരുന്നു, അങ്ങോട്ടും നമ്മൾ ഒന്ന് ചിരിച്ചാൽ എന്താണ് കുഴപ്പം? പുഞ്ചിരി സ്വതക്കയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ഈ ബലം പിടിച്ച് നടക്കുന്നത്? ഒരാൾ നമ്മളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു, ഒരു സന്തോഷം, തീർന്നില്ലേ? അതൊരു വലിയ പുണ്യകർമ്മമാണ്. നമ്മുടെ അടുത്തൊരാൾ വന്നാൽ, നമ്മുടെ അടുത്തുകൂടി ഒരാൾ വന്നാൽ നമ്മൾ ഒരു സാധാരണക്കാരനല്ല, നമ്മൾ വിശുദ്ധ ഖുർആൻ അറിയുന്നവരാണ്. നമ്മൾ അതിന്റെ വിശദീകരണമായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അറിയുന്നവരാ. നമ്മൾ മരണാനന്തരം ജീവിതമുണ്ടെന്ന് അറിയുന്നവരാണ്. പരലോകത്ത് സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്തവരാണ്. അതുകൊണ്ട് മറ്റുള്ള ജനങ്ങളെപ്പോലെയല്ല സത്യവിശ്വാസികൾ. അവരുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അവരിൽ നിന്ന് തണുപ്പ് ലഭിക്കും, അവരിൽ നിന്ന് ആശ്വാസം ലഭിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ നാവിന്റെ സ്വഭാവം ഇവിടെ എടുത്തു പറഞ്ഞത്. വഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയണം.
മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുകയാണ്, ഉഹുദിന്റെ സന്ദർഭത്തിൽ ചില അനുസരണക്കേടുകൾ വന്നുപോയി. അങ്ങനെ വന്നു പോയതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തിന് ആ യുദ്ധത്തിൽ പരാജയം വരെ സംഭവിച്ചു. അങ്ങനെ പരാജയം സംഭവിച്ച സന്ദർഭത്തിലും നേതൃത്വത്തിലുള്ള മുസ്ലിംകളുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പടച്ചോന്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറുന്നത്. ഒരു പരാജയത്തിന്റെ വക്കിലേക്ക് എത്തിച്ചവരെ മുമ്പിൽ കാണുമ്പോഴും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സൗമ്യമായി പെരുമാറുന്നു. വലൗ കുന്ത ഫദ്ദൻ അലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്, നീ അവരോട് കഠിന സ്വഭാവിയായിരുന്നുവെങ്കിൽ, പരുഷഹൃദയനായിരുന്നുവെങ്കിൽ നിന്നിൽ നിന്നും അവർ അകന്നു പോകുമായിരുന്നു. അപ്പോൾ സത്യവിശ്വാസികളുടെ നേതാവ് എങ്ങനെയാണോ അങ്ങനെയാണല്ലോ അനുയായികളും ആകേണ്ടത്. അതുകൊണ്ട് അടുക്കാൻ പറ്റാത്തൊരു വ്യക്തി നമ്മളാകാൻ പാടില്ല, സംസാരിക്കാൻ പറ്റാത്തൊരു വ്യക്തി നമ്മളാകാൻ പാടില്ല. പരുഷ സ്വഭാവം ജനങ്ങളോട് മാത്രമല്ല, സ്വന്തം വീട്ടിൽ പാടില്ല, മക്കളോട് പാടില്ല, ഭാര്യയോട് ഭർത്താവിനോട് പാടില്ല, മാതാപിതാക്കളോട് പാടില്ല. കഠിന ഹൃദയൻ എന്ന ആ ഒരു ദുർഗുണം സഹോദരന്മാരെ നമ്മളിൽ ഉണ്ടാകുവാൻ പാടില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വഭാവം വീണ്ടും പറയുന്നു, ഫഅഫു അൻഹും, നീ അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തേക്കുക, നീ അവർക്ക് മാപ്പാക്കി കൊടുത്തേക്ക്. ഏതാണ് ഈ വിഷയം? ഉഹുദ് യുദ്ധമാകുന്ന ആ യുദ്ധത്തിൽ എല്ലാ ആസൂത്രണങ്ങളും ശരിയായി, പക്ഷേ പറഞ്ഞെടുത്തുനിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കൽപ്പനയെ ധിക്കരിച്ചു, അഥവാ അത് മറന്നുപോയി. എന്നിട്ട് ആ അമ്പെയ്ത്തുകാർ അവിടുന്ന് മാറി നിന്നു. അതോടുകൂടി ശത്രുക്കൾ ആ വഴിയിലൂടെ വന്നു. റസൂലുള്ളാഹിയുടെ നിർദ്ദേശം പാലിക്കാത്ത ആ ആളുകൾക്ക് നബിയെ നീ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കൂ. ഒരു ദീനിയായ കാര്യത്തിലുള്ള വിട്ടുവീഴ്ചയാണെങ്കിൽ നാം ജീവിതത്തിൽ പല മേഖലകളിൽ എന്തെല്ലാം അവൻ അപ്പറഞ്ഞത് ഞാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, അതിനൊരു പ്രതികാരം ചെയ്യാതെ ഞാൻ മരിച്ചിട്ട് കാര്യമില്ല തുടങ്ങിയ ആവശ്യമില്ലാത്ത ചില വാശികളുമായിട്ടാണ് പലരും നടക്കുന്നത്. അത് ഒഴിവാക്കണം. ആരോടാ ഇത് ഒഴിവാക്കാൻ പറയുന്നത്? ഖുർആനിന്റെ ആളുകളോടാ. മരിച്ചിട്ട് പിന്നെ ഒന്നുമില്ല എന്ന ആൾക്കാരോടല്ല കേട്ടോ. മരണത്തിന് ശേഷം വട്ടപൂജ്യമാണ് എന്ന് പറയുന്നവരോടല്ല ഇത് പറയുന്നത്. മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും റസൂലുള്ളാഹിയെ അംഗീകരിക്കുന്ന സത്യവിശ്വാസി മാത്രമല്ല, വസ്തഗ്ഫിർ ലഹും, അവർക്ക് പറ്റിപ്പോയ അബദ്ധത്തിന് നീ അവർക്ക് വേണ്ടി എന്നോട് അഥവാ പടച്ചവനോട് പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഇങ്ങനെ പറ്റിപ്പോയതാണ്, നീ അവർക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർന്നില്ല, വശാവിർഹും ഫിൽ അംർ, നീ അവരോട് കാര്യങ്ങളിൽ കൂടിയാലോചിക്കണം. നോക്കൂ, ഒരു സത്യവിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് കൂടിയാലോചിച്ചാലുള്ള ഗുണം. ഒന്നിലധികം അഭിപ്രായങ്ങൾ വരും. നാം വിചാരിക്കും നമ്മുടെ അഭിപ്രായം വലിയ ഹിമാലയൻ അഭിപ്രായം, അത് ഭയങ്കര അഭിപ്രായം എന്ന് വിചാരിക്കും. അത് കൂടിയാലോചിക്കുമ്പോ ഇമ്മാതിരി പൊട്ടത്തരൊക്കെ അതിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് വഹി ലഭിക്കുന്ന റസൂലുള്ളാഹിയോട് മറ്റുള്ളവരോട് കൂടിയാലോചിക്കാൻ പറഞ്ഞെങ്കിൽ, വഹി ലഭിക്കുന്ന റസൂലുള്ളാഹിയുടെ കേവലം അനുയായികളായ നമ്മൾ ജീവിതത്തിൽ പല പരാജയങ്ങളിലും എത്തിക്കുന്നത് ഭാര്യയോട് പോലും കൂടിയാലോചിക്കാത്ത മനുഷ്യന്മാർ, മാതാപിതാക്കളോട് കൂടിയാലോചിക്കാത്തവർ, ഏറ്റവും നല്ല സുഹൃത്തുക്കളോട് സത്യവിശ്വാസികളോട് നമ്മൾ കൂടിയാലോചിക്കണം. ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട്, അപ്പൊ അവർ പറഞ്ഞു തരും, ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണേ എന്നൊരാളുണ്ട്, നമ്മൾക്ക് എന്തായാലും അയാളുടെ അടുത്തൊന്ന് പോകണം, അയാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഓരോന്ന് ചാടി അവസാനം മൊത്തം നഷ്ടമായി പിന്നെ അല്ല ആലോചിക്കേണ്ടത്. അതുകൊണ്ട് വശാവിർഹും ഫിൽ അംർ, നീ കാര്യങ്ങളിൽ അവരുമായി കൂടിയാലോചിക്കണം. കൂടിയാലോചിക്കുമ്പോൾ മറ്റൊരു കാര്യവും കൂടി സംഭവിക്കുന്നുണ്ട്, നമ്മൾ അവരെ പരിഗണിക്കുകയാണ്. എന്നോടൊക്കെ ഒന്ന് ചോദിച്ചല്ലോ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ബദറിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നു. യുദ്ധം ചെയ്യാൻ റസൂലുള്ളാഹിക്ക് വഹി വന്നാ പിന്നെ ആരോട് ആലോചിക്കാനാ? നടപ്പാക്കന്നെ. അങ്ങനെയല്ല റസൂലുള്ളാഹി ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചു, ഉമർ ഖത്താബിനെ വിളിച്ചു, ഇങ്ങനെ ഒരു വഹി വന്നിട്ടുണ്ട്, ബദർ നടത്തണമെന്നാ, അങ്ങോട്ട് പോയി തടയണമെന്നാ പറയുന്നത്. അവര് പറഞ്ഞു, എന്താ നബിയെ സംശയം, ഇറങ്ങിക്കോളി, ഞങ്ങളുണ്ട് പിന്നാലെ. ഓരോ ഗോത്രക്കാരെ വിളിച്ചു, ഇങ്ങനെ വഹിയുണ്ട്, ബദർ നടത്താൻ ഞങ്ങളുണ്ട് നബിയെ. നബി വിളിച്ചവരൊക്കെ പോകും, വഹിയുണ്ട് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അവരുടെ അവരുടെ മനസ്സിൽ കൂടി റസൂലുള്ളാഹിയുടെ മനസ്സിൽ എങ്ങനെ ബദറുണ്ടോ അതേ അവസ്ഥയിൽ. അപ്പോൾ നമുക്ക് പ്രാർത്ഥന കിട്ടാൻ, നമുക്ക് മറ്റുള്ളവരുടെ പിന്തുണ കിട്ടാൻ,
വളരെ പ്രധാനമാണ് കൂടിയാലോചിക്കുക എന്നത്. ഈ കൂടിയാലോചനയുടെ അഭാവം ദീനിയായ കാര്യത്തിൽ മാത്രമല്ല, ദുന്യവിയായ കാര്യത്തിലും പല അപകടങ്ങളും ആളുകൾക്ക് വിളിച്ചു ചേർക്കാറുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ കൂടിയാലോചിക്കും അവർ പറയുന്ന എല്ലാ അഭിപ്രായവും സ്വീകരിക്കണ്ട. അത് ആലോചിച്ച് സ്വീകരിച്ചാൽ മതി. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ എല്ലാം സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അഭിപ്രായങ്ങളെ കൂട്ടിവെച്ചൊരു തീരുമാനത്തിൽ നീ എത്തിയാൽ നീ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നീ അല്ലാഹുവിൽ തവക്കുലാക്കുക, പിന്നെ മുന്നോട്ട് പോവുക. ഒക്കെ എത്ര വ്യക്തമായ ഒരു സത്യവിശ്വാസിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണിത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. റബ്ബ് സുബ്ഹാനഹു വ തആല തവക്കുൽ ചെയ്യുന്ന, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട അയൽവാസികൾ ജനങ്ങളിൽപ്പെട്ടവരാണ്, നാട്ടുകാർ ജനങ്ങളിൽപ്പെട്ടവരാണ്. നമുക്കിഷ്ടമില്ലാത്ത, നമ്മുടെ ആദർശം സ്വീകരിക്കാത്തവർ ജനങ്ങളിൽപ്പെട്ടവരാ. പക്ഷെ മനുഷ്യൻ എന്നുള്ള നിലക്ക് അവരോടെല്ലാവരോടും നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹണം മനസ്സിലാക്കി മറ്റുള്ളവർക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുമായി കൂടിയാലോചിച്ച് ഒരിക്കലും കഠിന ഹൃദയ സ്വഭാവമോ അല്ലെങ്കിൽ പരുഷ സ്വഭാവമോ നമ്മളിൽ ഇല്ലാതിരിക്കാൻ, അതിന്റെ ഗുണം നമുക്കും നമ്മുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ലഭ്യമാകാൻ, അങ്ങനെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിശിഷ്ടമായ സ്വഭാവത്തിന്റെ അനുയായികളായി മാറാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഫ് ഒന്ന് ക്രമീകരിക്കുക, ഒഴിവില്ല, ഇടക്ക് വിടവില്ല എന്ന് ഉറപ്പുവരുത്തുക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധ ഇസ്ലാം നമുക്ക് വെളിച്ചം നൽകുന്നു. ഒരു ഇസ്ലാമിക രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഒരു ഇസ്ലാമിക വിരുദ്ധ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, നമ്മുടേതുപോലെയുള്ള ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനും പള്ളി ഉണ്ടാക്കാനും ജുമാ നടത്താനും ബാങ്ക് കൊടുക്കാനും ഒക്കെ ഭരണഘടനാപരമായി അനുവാദമുള്ള നാടുകളിലാണ് ജീവിക്കുന്നതെങ്കിലും സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം, നമുക്ക് മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കണമെങ്കിൽ ഇസ്ലാം മറ്റുള്ളവരോട് പറയലും നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ മുസ്ലിമായുള്ള മരണത്തിൻ്റെ ഭാഗമാണ്, അതിനു നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു അത് എനിക്ക് കഴിയുമോ, നിങ്ങൾ മാത്രം വേണമെന്നില്ല, നിങ്ങൾക്കതിന് കൂട്ടുകാരെ കൂട്ടാം. അല്ല, നമ്മുടെ അയൽവാസികൾ 19 പേരുണ്ടല്ലോ, ഇവരോട് നമ്മൾ ഇതുവരെ ഇസ്ലാമിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു പരിപാടി വെക്കാം. എന്നിട്ട് അതിൻ്റെ ഭാഗമായി ഈ വീടുകളിലൊക്കെ കയറി അവർക്കൊക്കെ ഒരു ഖുർആൻ പരിഭാഷ കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ കൂടുമ്പോൾ നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം തീരുമാനമായി വരും. അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും, നമ്മൾക്ക് നമ്മുടെ സ്വാധീനത്തിലുള്ള, നമ്മുടെ പരിചയത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും നമുക്ക് ലഭിച്ച ഈ മഹത്തായ അനുഗ്രഹമായ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. അതിനെന്ത് വേണം? ഈ സംവിധാനം ഇവിടെ നിലനിൽക്കണം. ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത, ഇന്ത്യ രാജ്യത്തിനൊരു മതമില്ല. ഇന്ത്യ രാജ്യത്തിലെ രാജ്യക്കാർക്ക് മതമുണ്ട്, രാജ്യത്തെ ജനങ്ങൾക്ക് മതമുണ്ട്, എന്നാൽ രാജ്യത്തിന് മതമില്ല. ഇവിടെ ഭൂരിപക്ഷം ഹൈന്ദവരാണെങ്കിലും ഈ രാജ്യത്തിൻ്റെ മതം ഹൈന്ദവ മതമല്ല ഭരണഘടനാപരമായി. ഇത് തകർത്തെറിയുവാനുള്ള എല്ലാ ശ്രമങ്ങളും മനുഷ്യരെല്ലാവരും ഒന്നിച്ച് നേരിടണം. അതുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രക്രിയ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യം യൂറോപ്യൻ ജനാധിപത്യമല്ല, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് ആചരിക്കാനും മാത്രമല്ല, അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന പേരിൽ SIR എന്ന പേരിലുള്ള ഒരു പുതിയ പദ്ധതി, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം,
വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പങ്ക് നിർവഹിക്കണം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ തറവാട്ടിൽ, നമ്മുടെ നാട്ടിൽ വളണ്ടിയറായി ആ പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടണം. പേരില്ലാത്തവർക്ക്, വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് പേര് ചേർക്കാനും, ഇരട്ട വോട്ട് ഒഴിവാക്കാനും, മരണപ്പെട്ടവരുടെ പേരിൽ വ്യാജമായ വോട്ടുകൾ നിലനിൽക്കാതിരിക്കാനും എന്നൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന പരിപാടിയുടെ ലക്ഷ്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ID കാർഡ് നൽകി വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നു, പിന്നെ എന്തിന് ഇത് നടത്തണം എന്നാണ് ഇതിനെതിരുള്ള ഒരു വിമർശനം. തിരിച്ചറിയൽ രേഖയായി ആധാർ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ വോട്ടർ പട്ടിക ആധാറുമായി അങ്ങ് ബന്ധിപ്പിച്ചാൽ പോരെ, എന്തിനാണ് ഈ ജനങ്ങൾ നെട്ടോട്ടമോടുന്നത് തുടങ്ങിയ വിമർശനങ്ങൾ രാജ്യത്തുടനീളമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കുന്നിടത്തോളം കാലം അതും പറഞ്ഞിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും, പ്രത്യേകിച്ച് 2002 മുമ്പുള്ളവരുടെ പേര് SIRൽ വരിക എന്നത് അല്പം നമ്മൾ അധ്വാനിക്കേണ്ടുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനം പ്രവാസികളുടെ വോട്ടാണ്. അതുകൊണ്ട് പ്രവാസികൾ അതിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. 1984 ശേഷം ജനിച്ചവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ കാണുകയേ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ചേർക്കണം. ഒരു ബൂത്തിൽ നിന്നും, നമ്മളെല്ലാം ക്ലിയർ ആണ്, പക്ഷേ നമ്മുടെ പേര് ഒരു ബൂത്തിൽ നിന്നും മറ്റൊരു ബൂത്തിലേക്ക് മാറ്റപ്പെട്ടുവെങ്കിൽ നമ്മൾ പുതുതായി എല്ലാ രേഖകളും ഹാജരാക്കേണ്ടതുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർമാർ, BLO എന്ന പേരിൽ നമ്മുടെ പ്രദേശത്ത് ഒരു പോസ്റ്റ് ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ടാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നമുക്ക് തീർക്കാൻ പറ്റും. ഇത് നേരിട്ട് പൗരത്വവുമായി ഇപ്പോൾ ബന്ധമില്ലെങ്കിലും അതിൻ്റെ അത്തരം കാര്യങ്ങൾ മുമ്പിലുള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് മതപരമായ നമ്മുടെ ബാധ്യതയാണ്. ഈ രാജ്യത്ത് ജീവിച്ച് ഈ നാട് നൽകുന്ന സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ, നിനക്ക് റേഷൻ കാർഡില്ല, നിനക്ക് വോട്ടില്ല, നീ രാജ്യക്കാരനല്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഒരാൾക്ക് ഒഴിവാകുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും, ഓരോ വ്യക്തിയും ശ്രദ്ധിക്കണം. നമ്മൾ ഉൾക്കൊള്ളുന്ന ഏത് കൂട്ടായ്മയാണോ ആ കൂട്ടായ്മയുടെ സംഘടിത ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് SIRൽ പേരുണ്ട് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന ആ പൊതുപ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്തും പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണല്ലോ നമ്മുടെ മുമ്പിൽ വരുന്ന അറിവ്. ആ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ രാജ്യത്ത്, ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. രാജ്യത്തിൽ നിന്ന് മാറിയിട്ട് രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മൾ ഇടപെടണം. അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങളിൽ നിയമവിധേയമായ രൂപത്തിൽ പ്രതികരിക്കണം. ഇതൊക്കെ രാജ്യത്ത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ദീനീ ജീവിതത്തിൽ സഹോദരന്മാരെ വർധനവുണ്ടാകണം. ദീനീ ജീവിതത്തിൽ വർധനവ്. എത്ര ഇപ്പൊ വയസ്സ്? ഈ ഇരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും എത്രയാ വയസ്സ്? ശരി, ഈ കഴിഞ്ഞുപോയ വയസ്സിൽ നമ്മുടെ ദീനിയായ അവസ്ഥ എന്താ? എത്ര സൂറത്ത് നമുക്ക് കാണാതെ അറിയാം? ദീനിന്റെ കാര്യങ്ങളിൽ എന്തൊക്കെ വിവരങ്ങൾ നമുക്കുണ്ട്? അപ്പോൾ നമ്മുടെ മറുപടി അത് അത്ര തന്നെ പോസിറ്റീവ് അല്ലെങ്കിൽ, തൃപ്തികരമല്ലെങ്കിൽ നമ്മൾ തിരിച്ചു ചിന്തിക്കണം. ദുന്യവിയായ കാര്യങ്ങൾ നമുക്ക് എത്രയും മാറ്റിവെക്കാം. ഒരു ബിസിനസ് കൂടി തുടങ്ങണം, നല്ല കാര്യമാണ്. പക്ഷെ അത് കുറച്ച് നീണ്ടുപോയ പ്രശ്നമല്ല. പക്ഷെ ലുഹാ നമസ്കാരം എൻ്റെ ജീവിതത്തിൽ ഇല്ല. ആ സുബഹിക്കും ലുഹറിനും ഇടക്ക് സൂര്യനൊക്കെ ഉദിച്ചു വരുമ്പോ വളരെ സുപ്രധാനമായ നമസ്കാരമാണ് ലുഹ എന്ന സുന്നത്ത് നമസ്കാരം. അതെനിക്ക് നാളെ തുടങ്ങണം. അത് മറ്റന്നാളേക്ക് വെക്കണ്ട, അത് നാളെ തന്നെ തുടങ്ങിക്കോ. നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെന്ന് നന്മകൾ. ഞാൻ കുഴപ്പമൊന്നുമില്ല 5 നേരം. ഈ സുബൈ ജമാഅത്ത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നോമ്പിനെന്തോ കണ്ടതാ, സുബൈക്ക് പള്ളി, സുബൈക്ക് ഞാൻ പുറത്ത് കാണാറില്ല, ഞാൻ ഉറങ്ങിക്കിടക്കലാണ്. അങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റില്ല, മാറണം, നാളെ രാവിലെ തുടങ്ങണം. അപ്പോൾ ദീനിയായ കാര്യങ്ങൾക്ക് സഹോദരന്മാരെ ഒരിക്കലും നമ്മൾ കാത്തു നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അത് നമ്മൾ തുടങ്ങുക എന്നതാണ് വേണ്ടത്.